90 കിഡ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. പണ്ട് സച്ചിന് ടെന്നീസ് എൽബോ വന്നെന്ന് പറഞ്ഞ് പത്രം വായിച്ച് കരഞ്ഞിരുന്ന നമ്മളിപ്പോൾ ടെന്നീസ് എൽബോക്ക് എന്താ പ്രതിവിധി എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഡെയിലി അനുഭവിക്കുന്ന ഇതുപോലുള്ള ചെറിയ വലിയ ഹെൽത്ത് ഇഷ്യൂസുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, അതിനുള്ള ഒരു ഹോം റെമഡീസും അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത്. ടെന്നീസ് എൽബോ നമ്മൾ എൽബോ ജോയിന്റിലെ മസിൽസുകളിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തുള്ള ടെൻഡോൺസ് നീർക്കെട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സാധാരണഗതിയിൽ ടെന്നീസ് എൽബോ വരുന്നത്. നമ്മൾ ആ ഭാഗത്തുള്ള മസിൽ, ഈ എൽബോ മസിൽസുകളെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഓവർ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ടെൻഡോൺസിന് നീർക്കെട്ട് വരിക, അല്ലെങ്കിൽ മൈക്രോ ടിയറിംഗ് സംഭവിച്ച് പെയിൻ വരിക. ഈ അവസ്ഥയാണ് നമ്മൾ ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്നത്. ഇത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓവർ സ്ട്രെയിൻ ആണ്. നമ്മൾ ആ മസിലിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുക, ആ മസിലിന് കൂടുതലായിട്ട് സ്ട്രെയിൻ കൊടുക്കുക. ഇങ്ങനെ സ്ട്രെയിൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ മൈക്രോ ടിയറിംഗ് അടക്കുക, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുക, അതിന്റെ ഭാഗമായിട്ട് വേദന ഉണ്ടാകുക. അപ്പം ഇതിന്റെ ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത് ആ ഓവർ സ്ട്രെയിൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്ത് ഓവർ സ്ട്രെയിൻ കൊണ്ടാണ് നമുക്ക് ആ വേദന വരുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ കാലഘട്ടത്തിൽ സാധാരണ നമുക്ക് ഓവർ സ്ട്രെയിൻ വരുന്നത് നമ്മൾ അമിതമായിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ഉപയോഗം അല്ലെങ്കിൽ മൊബൈലിന്റെ ഉപയോഗമൊക്കെയാണ്. രാത്രി നമ്മൾ ലേറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് കിടന്നുകൊണ്ട് മൊബൈൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ മസിലിന് സ്ട്രെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ കൂടുതൽ സമയം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ മസിലിന് സ്ട്രെയിൻ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടിച്ചു പാരുന്നതുകൊണ്ട് അലക്കുന്നതുകൊണ്ടും ഈ മസിലിന് കൂടുതൽ സ്ട്രെയിൻ വരികയും വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അണി അടിക്കുക, വെയിറ്റ് എടുക്കുക ഒക്കെ നമുക്ക് ഇതിന് വേദന ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള മർമ്മ പോയിന്റിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന ചെറിയ രീതിയിൽ കുറക്കാൻ പറ്റും. അതായത് നമ്മൾ ഇവിടെയുള്ള ഇന്ദ്രബസ്തി എന്ന് പറയുന്ന മർമ്മമുണ്ട്. ഇന്ദ്രബസ്തി എന്ന മർമ്മത്തിൽ ചുണ്ടുവിരൽ അമർത്തി പിടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ 3 വിരൽ വെച്ച് നമ്മൾ കൈ ചെറുതായിട്ടൊന്ന് മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ വേദന ചെറുതായിട്ട് കുറയുന്നത് കാണാം. പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് വേദന കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഐസ് പാക്ക് എടുക്കുക, അതുപോലെ തന്നെ ചൂടുവെള്ളം എടുക്കുക. ഐസ് പാക്ക് നമ്മൾ ഈ വേദനയുള്ള ഭാഗത്ത് വെക്കുക. വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ചൂടായിട്ടുള്ള ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടുള്ള തുണി ഉപയോഗിച്ച് ഒന്നുകൂടി ഈ ഭാഗത്ത് വെക്കുക. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ചൂട് തണുപ്പ് എന്ന രീതിയിൽ നമ്മൾ കംപ്രഷൻ കൊടുക്കുക. ഇങ്ങനെ കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് വേദന പെട്ടെന്ന് കുറയും. ചൂട് കൊണ്ട് വാസോഡൈലേഷൻ സംഭവിക്കും, ഇൻഫ്ലമേഷൻ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ തണുപ്പ് കൊണ്ട് അനാൽജിക് എഫക്ട് കിട്ടി വേദന കുറയുകയും ചെയ്യും. ഇൻസ്റ്റന്റ് ആയിട്ട് വേദന കുറയണമെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. കുറച്ചും കൂടി നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഒരു എഫക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മർമ്മ ഗുളിക ക്ഷീരബല തൈലത്തിൽ തയ്ച്ചതിന് ശേഷം ആ ഭാഗത്ത് പുരട്ടി കൊടുക്കാം. ഇത് നമുക്ക് കുറച്ചും കൂടി ലോങ് ടേം ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറച്ച് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ടെമ്പററി ആയിട്ടുള്ള റിലീഫ് മാത്രമേ തരുള്ളൂ. പെർമനന്റ് ആയിട്ട് റിലീഫ് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വേദന കുറക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപാടികളൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇതിന് പരിപൂർണമായിട്ടുള്ള ആശ്വാസം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സകൾ നേടേണ്ടതാണ്. വേദന കൊണ്ട് പൊളയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഒന്ന് റീപോസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുപോലെ എന്തൊക്കെ ചൊട്ടുവിദ്യകളാണ് ചെയ്യുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ.